ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ഉളുക്കുക, അല്ലെങ്കിൽ ചതയുക, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് വേദന, അല്ലെങ്കിൽ കൈയുടെ മുട്ടിന് വേദന, ഇങ്ങനെ പല പ്രശ്നങ്ങളും സാധാരണ ജീവിതത്തിൽ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാകാറുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ മേടിച്ച് പുരട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഇല്ലാതെ ആയുർവേദ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കണ്ടു നോക്കുക. നമുക്ക് അതിനായിട്ട് വേണ്ടതും മുരിങ്ങയ്ക്കയാണ്. ആദ്യം തന്നെ മുരിങ്ങയ്ക്ക എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ശരിക്കും മൂത്തു പോകാത്ത മുരിങ്ങയ്ക്ക എടുക്കണം. ഇളം മുരിങ്ങയ്ക്കയാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇനി രണ്ടാമത്തത് മഞ്ഞളാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ മഞ്ഞൾ റൂട്ടാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ മൂന്നാമത്തത് നമ്മൾ ലെമണാണ്. ഈ രണ്ട് സാധനങ്ങളും വളരെ ചെറുതായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ലെമണിൻ്റെ ഈ തോല് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ. ഇതുപോലെ തോല് മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി മാറ്റുക ഈ തോല്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതുപോലെ വളരെ ചെറുതായിട്ട് നമ്മുടെ മുരിങ്ങക്കോൽ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതാ മഞ്ഞൾ കട്ട് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ലെമണും, അതായത് ലെമൺ ഉദ്ദേശിച്ചത് ലെമണിൻ്റെ തൊലിയാണ്, തൊലി മാത്രം കട്ട് ചെയ്ത് തൊലി എടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട ശേഷം നമുക്കിതൊന്ന് ഇടിച്ചെടുക്കണം. ശരിക്ക് ചതയ്ക്കുക. ഇതുപോലെ ശരിക്ക് ചതച്ചെടുക്കുക. ചതച്ചെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കാൻ പാടില്ല. ഇത് ഇതേപടി ഇട്ടത് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ. ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച ശേഷം ശരിക്കും തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഓക്കെ. ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം നമുക്കൊരു ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. ശരിക്കും ഇളക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ശരിക്കും തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ ബൗളോട് കൂടി എണ്ണയൊക്കെ ഒഴിച്ചിരിക്കുന്ന, അതായത് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിരിക്കുന്ന ഈ ബൗളോട് കൂടി ഇതിന് നടുക്കായിട്ട് വെക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലെ 10 മിനിറ്റ് നമ്മൾ ശരിക്കും തിളച്ച വെള്ളത്തിന് മുകളിൽ വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്തുള്ള ഒലിവ് ഓയിൽ ശരിക്കും ചൂടാവും. ചൂടായ ശേഷം നമ്മൾ ഇട്ടേക്കുന്ന, അതായത് നമ്മുടെ മുരിങ്ങക്കായുടെയും അതുപോലെ തന്നെ നമ്മുടെ ലെമൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ ശരിക്കും സത്ത് ഈ ഓയിലിലേക്ക് ഇറങ്ങും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എണ്ണ ശരിക്കും ചൂടായിട്ടുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളുടെ എല്ലാം സത്ത് ഈ എണ്ണയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ബൗൾ എടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ എണ്ണ ഒഴിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഈ മരുന്ന് സാധാരണ നമ്മുടെ കൈ ഉളുക്കുക, അല്ലെങ്കിൽ കാൽ ഉളുക്കുക, പെടലി ഉളുക്കുക, അല്ലെങ്കിൽ പിന്നെ ചതയുക, പിന്നെ കാലിൻ്റെ മുട്ടിന് വേദന, കൈയുടെ മുട്ടിന് വേദന, ഇതുപോലത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഭാഗങ്ങളിലെല്ലാം ഇത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ആ ഭാഗങ്ങളിൽ ചൂട് പിടിക്കുക. അതായത് ചൂടുവെള്ളത്തിൽ നമ്മുടെ തുണി മുക്കിയ ശേഷം ഈ വേദനയുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചെറുതായിട്ട് ചൂട് പിടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഇതുപോലുള്ള വേദനകളും അല്ലെങ്കിൽ ഉളുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഉപയോഗിക്കേണ്ട വിധം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം പുരട്ടി വെക്കുക. അതിനുശേഷം അരമണിക്കൂർ അതേപടി തന്നെ സൂക്ഷിക്കുക. അരമണിക്കൂറിന് ശേഷം ചെറുതായിട്ട് അവിടെ നിന്ന് ചൂട് പിടിക്കുക. ഓക്കെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഇതുപോലുള്ള വേദനകളെല്ലാം മാറി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലിങ്കൽ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.